15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. പ്രസംഗത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള നിയമസഭാ സമ്മേളനങ്ങൾ അതിന്റെ പ്രചരണത്തിന്റെ തുടക്കമാകുന്നതാണ് പതിവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പുറത്തെടുക്കാനുള്ള അസ്ത്രങ്ങളിൽ പലതും നിയമസഭയിൽ ഇറക്കി മുന്നണികൾ വീറും വാശിയും കാട്ടുമെന്നുറപ്പ്. സർക്കാർ ഗവർണർ പോരിന്റെ നാളുകളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. അതിനാൽ സമ്മേളനത്തിലെ ഒന്നാം ദിനത്തിലെ നയപ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. നയപ്രഖ്യാപനത്തിന് ഗവർണർ നിയമസഭയ്ക്ക് മുന്നിൽ വന്നിറങ്ങുന്നതാകും അടുത്ത കാലത്ത് കേരളം കാണാൻ പോകുന്ന ഏറ്റവും കൗതുകമുള്ള ദൃശ്യം. അപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടനയിലേതുപോലെ ഗവർണർ മുഖ്യമന്ത്രിയോട് മുഖം തിരിക്കുമോ എന്നതും കണ്ടറിയണം. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ ഒപ്പിട്ട് തിരിച്ചയച്ചെങ്കിലും അതിലുള്ളതെല്ലാം ഗവർണർ വായിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളടക്കം പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപനം കഴിഞ്ഞ് 29-ന് സഭ വീണ്ടും ചേരുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ കേളിക്കൊട്ടിന് തുടക്കമാകും. പ്രതിപക്ഷത്തിന് മുന്നിൽ വിഷയങ്ങൾ നിരവധി. എക്സാലോജിക്കിൽ തുടങ്ങി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിലെ പോലീസ് നടപടികൾ വരെ നിയമസഭയിൽ കത്തിപ്പടരും. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതായിരിക്കും സർക്കാരിന്റെ പിടിവള്ളി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് വിവാദം ഭരണപക്ഷത്തിനുള്ള ബോണസാണ്. എന്തായാലും മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നണികളുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ തുടക്കമാകും. മീഡിയ 1 തിരുവനന്തപുരം.